Hello, Winner SSLC family. അങ്ങനെ നമ്മുടെ SSLCയുടെ മോഡൽ എക്സാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. പലർക്കും പല എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. ചിലർക്ക് അത്ര നന്നായിട്ട് പോയിട്ടുണ്ടാവില്ല, ചിലർക്ക് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ അറിയിക്കുക. എന്തൊക്കെയാണ് എക്സാമിനറിൻ്റെ ഭാഗത്ത് നിന്ന് മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി മാരത്തോൺ ലൈവ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ യൂട്ടിലൈസ് ചെയ്തവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഫേസ് ചെയ്യേണ്ടത് മോഡൽ എക്സാം ഒന്നുമില്ല. അതൊക്കെ മാറ്റി വെക്കുക, അതിൻ്റെ എല്ലാ ഓർമ്മകളും മാറ്റി വെക്കുക. നല്ലതൊക്കെ വേണം റീറ്റെയിൻ ചെയ്യുക, അല്ലാത്ത മോശമായിട്ടുള്ള ഓർമ്മകളൊക്കെ മാറ്റി വെക്കുക. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടാണ്, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അത് തീരാൻ ലാസ്റ്റ് എക്സാം വരെ നമുക്ക് 39 ദിവസമുണ്ട്. നിങ്ങൾ വിചാരിക്കരുതോ ഒരാഴ്ച കൊണ്ട് പരീക്ഷ തീരും, അയ്യോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 39 ഡേയ്സ് ഉണ്ട്. ഈ 39 ഡേയ്സ് മതി നമുക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, 39 ഡേയ്സ് പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ 10 ദിവസം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പായിട്ട്, അടിപൊളിയായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ ശക്തി ബാച്ചിൻ്റെ ലാസ്റ്റ് ബാച്ചിൽ നമ്മൾ തരാൻ പോകുന്നു. ഓക്കെ, അതായത് ശക്തി ബാച്ച് എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ SSLC റിവിഷൻ ബാച്ചാണ്. അതിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ശക്തി ബാച്ച് സ്റ്റുഡൻ്റാണ്, ശക്തി പവർ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ലാസ്റ്റ് അവസരമാണ്. 22-ന് തുടങ്ങുന്ന ലാസ്റ്റ് ബാച്ച് നമ്മൾ 29-ന് എൻഡ് ചെയ്യും. 29-ന് എൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 29th വരെയാണ് ടൈം ടേബിൾ. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം കഴിയുന്ന വരെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കാണാം, എല്ലാ ക്ലാസ്സും എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ 29th നമ്മൾ തീർക്കും. കാരണം നമ്മുടെ എക്സാമിൻ്റെ സമയത്തും നമ്മളിങ്ങനെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ ഒന്നുകൂടി റിവൈസ് ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയുള്ള ടൈം ടേബിളാണ് നിങ്ങളോട് കാണുന്നത്. കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ സഹിതം ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോസും അതിൻ്റെ നോട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ സ്റ്റഡി പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു ദിവസത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങളൊന്ന് പേടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ രാവിലെ 6 മണിക്ക് എണീക്കണം. ഇത്രയും നാളും അങ്ങനെ ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഇനി അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെയാണല്ലേ A+ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് എന്താണ് തുടങ്ങേണ്ടത്, 6:30 നമ്മൾ 6:30 തുടങ്ങുന്നു 8 മണി വരെ, മേ ബി ഒരു 7-7:30 വരെ. നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുൻപുള്ള ടൈം വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച ആൾക്കാരാണ് ഫുൾ അടിപൊളിയായിട്ട് പഠിച്ചെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് കണ്ടോ, ഒരു അരമണിക്കൂർ വെച്ച് കണ്ടോ, 7 മണി വരെ കണ്ടോ ഫസ്റ്റ് ചാപ്റ്റർ പെട്ടെന്ന്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവും, 2 മണിക്കൂർ ഉണ്ടാവും. നിങ്ങൾക്ക് പക്ഷേ ഓൾറെഡി അത് നല്ലോണം അത്യാവശ്യം അറിയണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് കാണാം, നമ്മുടെ ആപ്പിൽ സ്കിപ്പ് അടിച്ച് കാണാം, ഫാസ്റ്റ് അടിച്ച് കാണാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം നിങ്ങൾ എൻ്റെ സ്ലൈഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിൻ്റെ പഠിക്കുന്നു, അതിൻ്റെ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു, അടിപൊളി ഇരുന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നു. അതോടെ ആ ചാപ്റ്റർ തീർന്നു, എല്ലാം തീർന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നു, സ്കൂളിൽ പോയി അവസാനം വൈകുന്നേരം വീട്ടിലെത്തൊരു 5 മണിക്ക് 5 മണി മുതൽ 6:30 വരെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് അടിച്ച് കാണാം, ഒരു സമയം വേസ്റ്റ് ചെയ്യേണ്ട. എന്നിട്ട് എന്താണ്, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, സമയമുണ്ട് റിവൈസ് ചെയ്യുക, 1/2 മണിക്കൂർ. കാരണം വെറുതെ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷമുള്ള ക്ലാസ്സും അതിൻ്റെ നോട്ട്സും അതേപോലെ റിവൈസ് ചെയ്യുന്ന ടൈമും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ പഠിച്ചാൽ ഫുൾ A+ കിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെ നിങ്ങൾക്ക് Day 1 ഉണ്ടാവും, നാളെയാണ് Day 1, Day 2, Day 3, Day 4, അങ്ങനെ 29th നമ്മൾ എന്ത് ചെയ്യും, ഫുൾ സിലബസ് തീർക്കും. എന്നിട്ട് നിങ്ങൾ ആലോചിക്കും, സാർ അപ്പം തീർന്നോ, പിന്നെ അപ്പൊന്നും വീഡിയോ ഒന്നും ഇല്ലേ? എന്നിട്ട് നമുക്ക് എക്സാം ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോസ് തന്നെ വീണ്ടും കാണാം. അതേപോലെ നിങ്ങൾക്ക് റിവിഷൻ നോട്ട്സ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നോട്ട്സാണ്, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതൊന്നും അല്ലാണ്ട് വേറെ പരീക്ഷയിൽ ചോദ്യമൊന്നും വരില്ല. കാരണം അത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ശക്തി സീരീസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ, ഇത് റിവിഷൻ ക്ലാസ്സസ് ആണ്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. 1000 രൂപീസാണ് ഫീസ്. ജോയിൻ ചെയ്യണ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഫിസിക്സിലെ ഒരു പ്രത്യേക ടോപ്പിക് നിങ്ങൾക്ക് അറിയില്ല, ട്രാൻസ്ഫോമർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമർ എന്താണെന്ന് ഫുൾ പറഞ്ഞുതരാൻ സമയം ഉണ്ടല്ലോ, കാരണം പരീക്ഷയ്ക്ക് വേണ്ടിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പഠിക്കുന്ന ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാമിനറിൻ്റെ ആപ്പിൽ തന്നെ നിങ്ങൾ ഫിസിക്സിനുള്ളിൽ പോയി ആ ചാപ്റ്ററിനുള്ളിൽ പോയി അതിന് വേണ്ടിയുള്ള ടോപ്പിക് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതായത് എല്ലാ ടോപ്പിക്സിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതിൽ സമയം കളയേണ്ട, ഓരോ ടോപ്പിക് കൊണ്ട് അത്ര സമയം നമുക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രത്യേക ടോപ്പിക് അറിയില്ല, അത് മാത്രം നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, എന്നിട്ട് അത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ക്ലാസ് ബാക്കി കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തരികയാണ്. ഇനി അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ A+ ഉറപ്പിക്കാം. ഓക്കെ, അതിനുള്ള സമയമുണ്ട്, അതിനുള്ള സൗകര്യങ്ങളും നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഇതിനെല്ലാ കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് 1000 ഫീസ് അടച്ചാൽ മതി. ആ 1000 ഫീസ് നിങ്ങൾ +1 ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് +1 ഫീസും 1000 കുറച്ചും തരും. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഫുൾ A+ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ കിട്ടുക? ഓക്കെ, ഇങ്ങനെയൊക്കെ പഠിക്കാൻ അല്ലാണ്ട് ഫുൾ A+ എങ്ങനെ കിട്ടുമോ?
വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക, സിൻസിയർ ആയിട്ടുള്ള ദിവസങ്ങൾ വർക്ക് ചെയ്യുക, നമ്മൾ ഫുൾ A+ തന്നെ വാങ്ങിച്ചിരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഈ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം, ഇതിനെ കൊണ്ട് ജോയിൻ ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് SSLC ഫുൾ A+ തന്നെ വാങ്ങിച്ചിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.